ഹലോ ഓൾ. Cbse ക്ലാസ് 10ന്റെ ഹിസ്റ്ററിയിലുള്ള പ്രിന്റ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. സോ 1978 മുമ്പുണ്ടല്ലോ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ സ്റ്റേറ്റ് ആയിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മളെ മെയിൻലി നോക്കിക്കൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല, മറിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഒരു കമ്പനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പല അഡ്മിനിസ്ട്രേഷൻസും അവരാണ് നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയ സെൻസർഷിപ്പിലൊന്നും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പറിൽ എന്ത് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്തോ, അങ്ങനത്തെ വലിയ സെൻസർഷിപ്പിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഓക്കെ, ഇൻഫാക്ട് അവരുടെ സെൻസർഷിപ്പ് അല്ലെങ്കിൽ പ്രിന്റഡ് മാറ്റർ കൺട്രോൾ ചെയ്യുന്നത്. സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ന സാധനം പ്രിന്റ് ചെയ്യാൻ പാടില്ല, ഇന്ന സാധനം ന്യൂസ് പേപ്പറിൽ വരാൻ പാടില്ല, അതിനെയാണ് സെൻസർഷിപ്പ് എന്ന് പറയുക അല്ലെ. സോ അവരുടെ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവര് പ്രിന്റഡ് മാറ്റർ ആരുടെയാണ് കൺട്രോൾ ചെയ്തത്? അവര് ഇംഗ്ലീഷ് മെൻ പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്തത്. അതെന്താ? അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് മെന്നിനെ തന്നെ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യുന്നതിന്. കാരണം ചില ഇംഗ്ലീഷ് മെൻ ഉണ്ടല്ലോ, അവര് ഈ കമ്പനിയുടെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം, അവര് ചില ഓഫീസേഴ്സ് ഭയങ്കര മോശമായിട്ട് ഭരിക്കുന്നുണ്ടായിരുന്നു. അവർക്കെതിരെ ഇംഗ്ലീഷ് മെൻ തന്നെ പ്രിന്റ് ചെയ്തിട്ട് അച്ചടിച്ചിട്ട് പല കാര്യങ്ങളും ഇറക്കുന്നുണ്ടായിരുന്നു. അതിനെ ഇവര് സെൻസർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഇവര് കൺട്രോൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, 1798 മുമ്പ് കൊളോണിയൽ സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. അവർക്ക് സെൻസർഷിപ്പിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരാകെപ്പാടെ പ്രിന്റഡ് മാറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്, ആരുടെ പ്രിന്റഡ് മാറ്ററിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇംഗ്ലീഷ് മെൻ ഇൻ ഇന്ത്യ, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ആൾക്കാരെ ഇറക്കുന്ന പ്രിന്റഡ് മാറ്ററിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ പ്രിന്റഡ് മാറ്ററിൽ എന്താണ് ഉണ്ടായിരുന്നത്? കമ്പനിയുടെ ദുർഭരണത്തിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചില പ്രത്യേക കമ്പനി ഓഫീസേഴ്സ് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ഭരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ആ ഇംഗ്ലീഷ് മെൻ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് ഇൻഫാക്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. കമ്പനിക്ക് എന്താ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇംഗ്ലീഷുകാർ തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇന്ത്യയിൽ നമ്മളുടെ ഇംഗ്ലീഷുകാര് നമ്മുടെ ഭരണത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത നമ്മുടെ മാതൃദേശമായ ഇംഗ്ലണ്ടില് നമുക്കെതിരെ ബാക്കിയുള്ളവർ തിരിയും. നമ്മളൊരു കമ്പനിയാണ് അല്ലെ, നമ്മളൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. ഇനി ബാക്കി എല്ലാവരും ചേർന്നിട്ട് പറയും, ഇവരെ മാത്രം അവിടെ പോയി ബിസിനസ് ചെയ്യാൻ വിട്ടതിന്റെ പ്രശ്നമാണ്, ഞങ്ങൾക്കും കൂടി അവകാശം വേണം, ഇവരവിടെ പോയിട്ട് മുഴുവനും ആക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്ത് പറയാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നതിന് മോണോപോളി ആയിരുന്നു. കാരണം അവർക്ക് മാത്രമേ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കരാറുണ്ടായിരുന്നു. സോ അവര് മാത്രമാണ് ഇൻഫാക്ട് നമ്മുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളിലും ഒക്കെ തോണ്ടി കയറിയെന്ന് പറഞ്ഞിട്ട് പറയാട്ടോ. സോ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷിന്റെ ആൾക്കാർ തന്നെ കമ്പനീനെ ക്രിട്ടിസൈസ് ചെയ്ത, അവിടെ ഇംഗ്ലണ്ടിലെ ഈ ക്രിറ്റിസിസം വെച്ചിട്ട് ബാക്കി ബിസിനസ്സുകാരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതായിരുന്നു ഇവരുടെ ടെൻഷൻ. സോ ദ കമ്പനി വാസ് വറീഡ് ദാറ്റ് such criticism might be used by its critics in England. ഇംഗ്ലണ്ടിൽ ഈ ക്രിറ്റിസിസംസ് ഉപയോഗിച്ച് ക്രിറ്റിക്സ് എല്ലാവരും യൂസ് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രേഡിനുള്ള അവകാശം, ഇന്ത്യയുടെ മുകളില് ഞങ്ങളുടെ ട്രേഡിനുള്ള അവകാശം അവരെല്ലാവരും തട്ടിപ്പറിക്കും എന്ന് ഇവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് വൺ കേട്ടോ. എന്നിട്ട് ഒരു 1820 ആയപ്പോഴത്തേക്കും കൽക്കട്ട സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഒന്നും അല്ല, ഇത് ഇംഗ്ലീഷുകാരുടെ തന്നെ സുപ്രീം കോർട്ട് തന്നെയാണ്. അവര് കുറച്ച് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു പ്രസ് ഫ്രീഡത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ആൻഡ് കമ്പനി എന്ത് ചെയ്തു? പുതിയ ന്യൂസ് പേപ്പേഴ്സിന്റെ പബ്ലിക്കേഷൻസ് ഒക്കെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനത്തെ ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമല്ല, ബ്രിട്ടീഷ് റൂള് നല്ലതാണ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പേഴ്സിന്റെ പബ്ലിക്കേഷൻസ് ഒക്കെ അവരെല്ലാവരും എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ഇനി 1835 ആയപ്പോ, 1820 കൽക്കട്ട സുപ്രീം കോർട്ട് കുറച്ച് പ്രസ് ഫ്രീഡത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. കമ്പനി പുതിയ ന്യൂസ് പേപ്പേഴ്സിനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ആ ന്യൂസ് പേപ്പേഴ്സ് എങ്ങനത്തെ ന്യൂസ് പേപ്പേഴ്സ് ആണ്? ദാറ്റ് വുഡ് സെലിബ്രേറ്റ് ദ ബ്രിട്ടീഷ് റൂൾ നല്ലതാണ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പേഴ്സിനെയാണ് എൻകറേജ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി 1835 ആയപ്പോഴത്തേക്കും there was an urgent petition by the editors of English and vernacular newspapers.
എന്ത് പെറ്റീഷൻ ആണ്? ഇംഗ്ലീഷ് ആൾക്കാരാണെന്നുണ്ടെങ്കിലും വേർനാക്കുലർ ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, വേർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് അർജന്റ് ആയിട്ടുള്ള പെറ്റീഷൻ കൊടുത്തു. ആർക്കാ പെറ്റീഷൻ കൊടുത്തു എന്നറിയോ? ഗവർണർ ജനറൽ ബെന്റിക്. അദ്ദേഹത്തിന്, ഗവർണർ ജനറൽ ബെന്റിക്കിന് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിന്റെയും വേർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സിന്റെയും എഡിറ്റേഴ്സ് എല്ലാവരും ചേർന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രസ് ലോ അംഗീകരിക്കാൻ പറ്റില്ല. കൽക്കട്ട സുപ്രീം കോർട്ടിന്റെ ആ പ്രസ് ലോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് മാറ്റി തരണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഗവർണർ ജനറൽ ബെന്റിക്കിന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ആരെ പറഞ്ഞത്? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിന്റെ എഡിറ്റേഴ്സും വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സിന്റെ എഡിറ്റേഴ്സ്. അപ്പൊ തോമസ് മെക്കോളെ എന്ന് പറയുന്ന ഒരു വളരെ വലിയ മനസ്സിന്റെ ഉടമയായ കൊളോണിയൽ ഒഫീഷ്യൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഹി വാസ് എ ലിബറൽ കൊളോണിയൽ ഒഫീഷ്യൽ. തോമസ് മെക്കോളെ, അദ്ദേഹം പുതിയ റൂൾസ് എല്ലാം കൊണ്ടുവന്നിട്ട് പണ്ടുണ്ടായിരുന്ന അതേ ഫ്രീഡം എല്ലാ എന്താ പറയുക ന്യൂസ് പേപ്പേഴ്സിനും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഫസ്റ്റ് എന്താ സംഭവിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വലിയ സെൻസർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെയുള്ള കൺട്രോൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ തന്നെ ക്രിറ്റിസിസം ചെയ്യുന്നതിന് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. ദേ വർ വറീഡ് ദാറ്റ് ഈ ക്രിറ്റിസിസം ഉപയോഗിച്ചിട്ട് അവരുടെ മോണോപോളി നഷ്ടപ്പെടുവോ എന്നുള്ളതായിരുന്നു അവർക്ക് പേടി. എന്നിട്ട് 1820 ആയപ്പോഴത്തേക്കും കൽക്കട്ട സുപ്രീം കോർട്ട് കുറച്ച് ഫ്രീഡം എടുത്തു കളഞ്ഞു. They in fact passed a law to control the press freedom. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനി ഈ പുതിയ ന്യൂസ് പേപ്പേഴ്സിനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സും വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സിന്റെ എഡിറ്റേഴ്സ് ചേർന്നിട്ട് ഗവർണർ ജനറൽ ബെന്റിക്കിന്റെ അടുത്ത് പറഞ്ഞു, പ്രസ് ലോ റിവൈസ് ചെയ്യണം, ഞങ്ങൾക്ക് ഇത്രയും റെസ്ട്രിക്ഷൻസ് പാടില്ല എന്ന് പറഞ്ഞു. തോമസ് മെക്കോളെ എന്ന് പറയുന്ന കൊളോണിയൽ ഓഫീസർ പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ട് പണ്ടുണ്ടായിരുന്ന അതേ ഫ്രീഡം റിസ്റ്റോർ ചെയ്ത് കൊടുത്തു. പക്ഷെ 1857 ആയപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഉണ്ടായി. അപ്പോഴത്തേക്കും നമ്മള് കട്ട ശത്രുക്കളായി. ഇംഗ്ലീഷുകാരും നമ്മുടെ ഇന്ത്യൻസും തമ്മിൽ ഭയങ്കര സ്ട്രോങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. കമ്പനിയുടെ റൂള് എടുത്തു മാറ്റി. ഒരു കമ്പനി അല്ല നമ്മളെ ഭരിക്കുന്നത്, മറിച്ച് ഇംഗ്ലീഷ് പാർലമെന്റ് ഡയറക്ട്ലി നമ്മളെ ഭരിക്കുക എന്നുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഇംഗ്ലീഷ് പാർലമെന്റ് ഭരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഫ്രീഡം ഓഫ് പ്രസ് പതുക്കെ മാറി തുടങ്ങി. അവരുടെ ആറ്റിറ്റ്യൂഡ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഫ്രീഡം ഓഫ് പ്രസ് സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളത് തുടങ്ങി. കാരണം ഓൾറെഡി ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ദാറ്റ് നമ്മൾ നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു, അവരോട് ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇംഗ്ലീഷ് ആൾക്കാർ എന്ത് ചെയ്തെന്നറിയാം? ഇംഗ്ലീഷ്മെൻ അവര് നേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രസ്സിനെ മുഴുവനും അവരങ്ങ് അടിച്ചമർത്താനായിട്ട് തുടങ്ങി. നേറ്റീവ് പ്രസ്സിനെ ദേ സ്റ്റാർട്ടഡ് ടു ക്ലാം ഡൗൺ, അടിച്ചമർത്താനായിട്ട് തുടങ്ങി. അങ്ങനെ വെർനാക്കുലർ അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവര് നമ്മളെ അങ്ങ് ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പൊ ഒബ്വിയസ്ലി വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളം എന്ന് പറയുന്ന വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ്, സാധാരണക്കാര് സംസാരിക്കുന്ന ഭാഷയിലുള്ള ന്യൂസ് പേപ്പർ. ഇംഗ്ലീഷ് അല്ല, മറാഠി ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെ വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് ആണ്. വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കുറെ കൂടി നാഷണലിസ്റ്റ് ആവാൻ തുടങ്ങി. നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. എന്തെങ്കിലും റാലികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി. സോ വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും നാഷണലിസ്റ്റ് ആവാൻ തുടങ്ങി. സോ കൊളോണിയൽ ഗവൺമെന്റ് ഇത്രയും നാഷണലിസ്റ്റ് ആയപ്പോഴത്തേക്കും കൊളോണിയൽ ഗവൺമെന്റിന് ടെൻഷനായി, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ടെൻഷനായി. കൊളോണിയൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അവര് പിന്നീട് ഓക്കെ നമുക്ക് ഇനിയും സ്ട്രിഞ്ചന്റ് മെഷേഴ്സ് കൊണ്ടുവരണം ഇവരെ അടിച്ചമർത്താനായിട്ട് എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങി. അങ്ങനെ 1878 വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്നു. ഈ വെർനാക്കുലർ പ്രസ് ആക്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതെന്നറിയോ? ഐറിഷ് പ്രസ് ലോ, ഐറിഷ് ഗവൺമെന്റിന്റെ പ്രസ് ലോ ഉണ്ടായിരുന്നെ. ഐറിഷ് പ്രസ് ലോന്റെ അടിസ്ഥാനത്തിലാണ്, അതേപോലെയാണ് വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. അത് പ്രകാരം ഗവൺമെന്റിന് ഈ വെർനാക്കുലർ പ്രസ്, അതായത് സാധാരണക്കാരുടെ ഭാഷയിൽ അച്ചടിച്ചിറക്കുന്ന ന്യൂസ് പേപ്പേഴ്സില്, വെർനാക്കുലർ പ്രസിൽ ഇറക്കുന്ന ന്യൂസ് പേപ്പേഴ്സിനും ജേർണൽസിനും ട്രാക്സിനെയും ഒക്കെ സെൻസർ ചെയ്യാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. സോ ദേ ഹാവ് എക്സ്റ്റെൻസീവ് റൈറ്റ്സ് ടു സെൻസർ റിപ്പോർട്ട്സും എഡിറ്റോറിയൽസും ഒക്കെ അവർക്ക് സെൻസർ ചെയ്യാൻ പറ്റും. വെർനാക്കുലർ പ്രസിൽ അടിച്ചിറക്കുന്ന റിപ്പോർട്ടുകളെയും എഡിറ്റോറിയൽസിനും ഒക്കെ അവർക്ക് സെൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വെർനാക്കുലർ പ്രസ് ആക്ട് പ്രകാരം ഗവൺമെന്റിന് കിട്ടിയത്, സെൻസർ ചെയ്യാനുള്ള അവകാശം. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഈ വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സിനെ ഒക്കെ ഉണ്ടല്ലോ, സാധാരണക്കാരുടെ ന്യൂസ് പേപ്പേഴ്സിനെ ഒക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. എല്ലാ പ്രൊവിൻസിലും, എല്ലാ കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റുകളെ, കുഞ്ഞു ഭാഗങ്ങളെയാണ് പ്രൊവിൻസസ് എന്ന് പറയുന്നത്, എല്ലാ
എല്ലാ പ്രൊവിൻസിലും അച്ചടിക്കുന്ന ന്യൂസ് പേപ്പേഴ്സിനെ നന്നായിട്ട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. അതിൽ തന്നെ എന്തെങ്കിലും ഇംഗ്ലീഷുകാർക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സെഡീഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ, സെഡീഷ്യസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിരികേറ്റി ഭരിക്കുന്നവർക്ക് എതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പറിനെ വാൺ ചെയ്യും. നിങ്ങൾ ഇനിമേല ഇങ്ങനത്തെ ന്യൂസ് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഇനി എങ്ങാനും അവർ ആ വാർണിംഗ് ഇഗ്നോർ ചെയ്താലോ ആ പ്രസ്സിനെ സീസ് ചെയ്യാം, അതിനെ പിടിച്ചടക്കും. ആ പ്രസ്സിനെ അങ്ങ് പൂട്ടിയിട്ട് അതിനെ പിടിച്ചടക്കും. പിടിച്ചിട്ട് എന്ത് ചെയ്യും? ആ പ്രിന്റിംഗ് മെഷീനറി എല്ലാത്തിനെയും അവര് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈയടക്കും, കോൺഫിസ്കേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഭയങ്കര റിപ്രസീവ് മെഷേഴ്സ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സോ എന്താ പറ്റിയത്? 1857 കഴിഞ്ഞപ്പോഴത്തേക്കും ഇംഗ്ലണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. കമ്പനിയുടെ ഭരണം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയ്ക്ക് പ്രസ്സിന് ഫ്രീഡം ഒന്നും വേണ്ടാന്ന് അവർ ഡിസൈഡ് ചെയ്തു. അങ്ങനെ വെർനാക്കുലർ, നമ്മുടെ വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും കുറെ കൂടി നാഷണലിസ്റ്റ് ആവാൻ തുടങ്ങി, നമ്മുടെ നേഷനെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കൊളോണിയൽ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് വീണ്ടും ദേഷ്യം വന്നിട്ട് ഓക്കെ നമുക്ക് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെയാണ് വെർനാക്കുലർ പ്രസ് ആക്ട് വന്നത്. അത് ഐറിഷ് പ്രസ് ലോസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. അത് ഗവൺമെന്റിന് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റൈറ്റ്സ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട് റൈറ്റ്സ്? സെൻസർഷിപ്പ് നടത്താൻ. വെർനാക്കുലർ പ്രസ്സിൽ അച്ചടിക്കുന്ന എല്ലാത്തിനെയും സെൻസർ ചെയ്യാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ആണ് അതിൽ കൊടുത്തത്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? എല്ലാ പ്രൊവിൻസിലും ഉള്ള വെർനാക്കുലർ പ്രസ്സിൽ അച്ചടിക്കുന്ന ന്യൂസ് പേപ്പേഴ്സിനെ നന്നായിട്ട് സെൻസർ ചെയ്യാൻ തുടങ്ങി. അതിൽ സെഡീഷ്യസ് ആയിട്ട്, അതായത് ഗവൺമെന്റിന് എതിരെ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഗവൺമെന്റിനെ ആക്രമിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പറിന് സ്ട്രിക്റ്റ് വാർണിംഗ് കൊടുക്കും. വാർണിംഗ് എല്ലാം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസ്സിനെ സീസ് ചെയ്യുന്ന മാത്രമല്ല അവിടുത്തെ പ്രിന്റിംഗ് മെഷീൻസ് എല്ലാം ഈ ഗവൺമെന്റ് കൈയടക്കും, കോൺഫിസ്കേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഭയങ്കര റിപ്രസീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാഷണലിസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് കുനുകുനേന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അങ്ങ് പൊങ്ങാൻ തുടങ്ങി എന്ന് പറയാം. നേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ബ്രിട്ടീഷുകാരെ തുരത്തണം എന്ന് പറയുന്ന വാർത്തകൾ പ്രിന്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സ് പല സ്ഥലത്തും പൊങ്ങി വരാൻ തുടങ്ങി. അത് ആ ന്യൂസ് പേപ്പേഴ്സിലെല്ലാം ഈ ബ്രിട്ടീഷുകാരെ എത്ര മിസ്റൂൾ ആണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത്, എത്ര ദ്രോഹമാണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത് എന്നുള്ളത് ഈ ന്യൂസ് പേപ്പേഴ്സിൽ വരാൻ തുടങ്ങി. മാത്രല്ല നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസ്, അതായത് നേഷന് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ ഉപ്പു സത്യാഗ്രഹത്തിനെ പോലെയുള്ള കാര്യങ്ങൾ, നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസ്, ഈ നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസിനെ ഒക്കെ പിടിച്ചിട്ട് അതിനെ ഒക്കെ കുറിച്ചിട്ട് റിപ്പോർട്ട്സ് വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഈ നാഷണലിസ്റ്റ് ക്രിറ്റിസിസംസ് ഉണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും നാഷണലിസ്റ്റ് ക്രിറ്റിസിസം ഈ ന്യൂസ് പേപ്പറിൽ വരും. അതിനെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കും. ബ്രിട്ടീഷുകാർ ഇങ്ങനെ അടിച്ചമർത്തുമ്പോഴത്തേക്കും ആൾക്കാർക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് അവര് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതൊരു പുതിയ സൈക്കിൾ ഓഫ് പ്രൊട്ടസ്റ്റ്, വീണ്ടും ഒരു പെർസിക്യൂഷൻ, അവരെ പിടിച്ച് ജയിലിലിടുക, പിന്നെ വീണ്ടും ആൾക്കാർക്ക് ദേഷ്യം വരും, പിന്നെ കുറെ പേര് യുദ്ധത്തിൽ അടി ഉണ്ടാക്കാൻ പോകും, പിന്നെ അവരെ പിടിച്ച് ജയിലിടുക. അങ്ങനെ ഒരു സൈക്കിൾ തന്നെ ഫോം ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പഞ്ചാബ് റെവല്യൂഷണറീസ് ഉണ്ടായിരുന്നു. ഈ പഞ്ചാബ് റെവല്യൂഷണറീസിനെ എല്ലാവരെയും നാട് കടത്തി 1907. അത് വന്നപ്പോ ബാൽ ഗംഗാധർ തിലക്കിന് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടിയും പാഷനേറ്റുമായിട്ട് ഇതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ പത്രമായ കേസരിയില് റിപ്പോർട്ട് ചെയ്തു. കേസരിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ബാൽ ഗംഗാധർ തിലക്കിനെ ഇംപ്രിസൺ ചെയ്തു, ജയിലിൽ അടച്ചു 1908. ഇത് വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ത്രൂ ഔട്ട് ഇന്ത്യ പ്രൊട്ടസ്റ്റ് നടത്തി. നോക്കി, റെവല്യൂഷണറീസിനെ നാട് കടത്തി, അപ്പൊ ബാൽ ഗംഗാധർ തിലക് ഇതിനെ പറ്റി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിനെ ത്രോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പിടിച്ചു ജയിലിലിട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? അതിനെതിരെ, ജയിലിൽ ഇട്ടതിനെതിരെ ത്രൂ ഔട്ട് ഇന്ത്യ പ്രൊട്ടസ്റ്റ് വന്നു. സോ ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. സോ ഇതാണ് പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പിന്റെ കഥ. അപ്പൊ ഫസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് സെൻസർഷിപ്പ്. അത് കഴിഞ്ഞിട്ട് അവരെ ആകപ്പാടെ കൺട്രോൾ ചെയ്തത് ഇവിടെ തന്നെയുള്ള ഇംഗ്ലീഷ് ആൾക്കാരെയാണ്. അത് എന്തുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കൽക്കട്ട സുപ്രീം കോർട്ട് പാസ് ചെയ്ത പ്രസ് ലോ, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ആൻഡ് വെർനാക്കുലർ ന്യൂസ് പേപ്പേഴ്സ് ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് ഈ പ്രസ് ലോ മാറ്റണം എന്നുള്ളത് പറഞ്ഞു. ഗവർണർ ജനറൽ ബെന്റിക്കിനാണ് പ്രസ് ലോ മാറ്റണം എന്ന് പറഞ്ഞത്. അപ്പൊ തോമസ് മെക്കോളെ എന്ന് പറയുന്ന ലിബറൽ ആയിട്ടുള്ള കൊളോണിയൽ
ഒഫീഷ്യൽ പുതിയ റൂൾസ് എല്ലാം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 1857 കഴിഞ്ഞപ്പോൾ മൊത്തത്തില് ഫ്രീഡം ഓഫ് പ്രസിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആൾക്കാർക്ക് മാറി, ബ്രിട്ടീഷുകാർക്ക് മാറി. ഇൻഫാക്ട് അവര് നേറ്റീവ് പ്രസിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തി. വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സെൻസർ ചെയ്യാൻ തുടങ്ങി എല്ലാ ന്യൂസ് പേപ്പേഴ്സിനെയും. ഇങ്ങനെ നാഷണലിസ്റ്റ് ന്യൂസ് പേപ്പേഴ്സിനെ സെൻസർ ചെയ്യുമ്പോൾ, റിപ്രസീവ് മെഷേഴ്സ് എടുക്കുമ്പോഴത്തേക്കും അതൊരു പുതിയ സൈക്കിൾ ഓഫ് നാഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് പറയാണ്. ഓക്കെ, ഈ നാഷണലിസ്റ്റ് കുറെ ന്യൂസ് പേപ്പേഴ്സ് പൊന്തി വരാൻ തുടങ്ങി, കൊളോണിയൽ ഗവൺമെന്റിന്റെ മിസ് റൂളിനെ പറ്റിയിട്ട് പറയുന്നത്. അതിനെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ത്രൂ ഔട്ട് ഇന്ത്യ പല പ്രൊട്ടസ്റ്റുകൾ നടന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ ബാൽ ഗംഗാധർ തിലക്, അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. സോ വി ആർ ഡൺ വിത്ത് ദിസ് ചാപ്റ്റർ. പ്രിന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറെ ഭാഗങ്ങളുണ്ട് ആൻഡ് ഇത് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഡിയോസ് കേൾക്കുമ്പോൾ തന്നെ ഇത് ഒരു റൗണ്ട് നിങ്ങൾ കേട്ടു, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട്സ് എഴുതണം. കുഞ്ഞു പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഓരോ ഓഡിയോന്റെയും അവസാനത്തിൽ ഞാൻ ഈ മെയിൻ ടോപ്പിക് മാത്രം പറയില്ലേ, ആ ടോപ്പിക് മാത്രം എഴുതിയിടണം. എന്നിട്ട് മാക്സിമം ഫുൾ ചാപ്റ്റർ കാണാതെ പറഞ്ഞു നോക്കണം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ ചാപ്റ്റർ ആണെങ്കിലും തലയിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. അതേപോലെ ഈ ഇതിന്റെ ബുക്സിന്റെ എല്ലാം പേര് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതിയിടണം. രണ്ടാമത്തെ പ്രാവശ്യം ഓഡിയോ കേൾക്കുമ്പോഴേക്കും ബുക്സിന്റെ പേരും അതിന്റെ ഓഥേഴ്സിന്റെ പേരും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിടണം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഓഡിയോസും വീഡിയോസും എല്ലാം ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ CBSEയുടെയും സ്റ്റേറ്റിന്റെയും ക്ലാസ് 10 സയൻസിന്റെ ക്ലാസ്സസ് ഓൺലൈനായിട്ടും കോൺടാക്ട് ക്ലാസ്സസും നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ക്ലാസ് 11th and 12th നീറ്റ് ഓറിയന്റഡ് ബയോളജി ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് നടത്തുന്നുണ്ട്. അപ്പം ഇതിനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9895644616. മാക്സിമം യൂട്യൂബിലുള്ള വീഡിയോസ് ബാക്കിയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.